Okay, good evening students. Today we are moving on to the topic that is profitability based on investment. In our last class we were discussing about the profitability based on sales, and here also we have several sub ratios under the umbrella name profitability based on investment. The first subdivision of this ratio is return on investment, then return on shareholders fund, then return on equity capital. So we have three ratios under the heading profitability based on investment. So in this class, today's class, we are going to see the first one, that is return on investment, ROI. For what we are analyzing or measuring this return on investment? To know the profit or return to the investors. Paisa invest ചെയ്തവർക്ക് എത്ര തിരിച്ചു കിട്ടി എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാണുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഫേം. അപ്പൊ മൊത്തത്തിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റബിലിറ്റി എത്രയാണ്, സെയിൽസിനെ ബേസ് ചെയ്ത് മാത്രമല്ല മൊത്തത്തിൽ എല്ലാ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. സോ ദിസ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്, എത്ര ശതമാനം എനിക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. സോ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ എത്ര ശതമാനം എനിക്ക് വരവ് അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ പഠിക്കുന്നത്. ദിസ് റേഷ്യോ ഓൾസോ നോൺ ആസ് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഈ 3 പേര് അല്ലെങ്കിൽ 4 പേര് പറയുന്നതും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് തന്നെയാണ്. ഓക്കെ, വാട്ട് ഇസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ടാക്സും ഇൻട്രസ്റ്റും കുറയ്ക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ്, ദാറ്റ് ഇസ് PBIT, profit before interest and tax, divided by capital employed into 100. Okay, this is the formula. This is a combination of two ratios. Return on investment എന്ന് പറയുന്നത് അവർ പറയുന്നത് 2 റേഷ്യോസിന്റെ കോമ്പിനേഷൻ ആണ്, ദാറ്റ് ഇസ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. എന്താണ് ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് എന്ന് പറയാൻ കാരണം? ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് വെച്ചാൽ സെയിൽസ് ഡിവൈഡഡ് ബൈ capital employed into 100. Operating net profit ratio എന്ന് വെച്ചാൽ എന്താണ്? Operating net profit divided by sales into 100. ഇവിടെ ഈ സെയിൽസും അതായത് ഇവിടെ ന്യൂമറേറ്റർ ആയിട്ടാണ് സെയിൽസ് വരുന്നത്, ഈ ഫോർമുലയുടെ ഡിനോമിനേറ്റർ ആയിട്ടാണ് സെയിൽസ് വരുന്നത്. ഈ രണ്ട് ഫോർമുലയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിൽസും കട്ട് ചെയ്ത് പോകും. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അത് ഡിനോമിനേറ്റർ ആയിരുന്നു. ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്നാണ് ഫോർമുല പ്രൊഡക്റ്റ് ആയിട്ട് വരിക. ഈ രണ്ട് ഫോർമുലേസിന്റെയും പ്രൊഡക്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. ഈ ഫോർമുലയിൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഡിനോമിനേറ്റർ ആണ്, ഈ ഫോർമുലയിൽ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ന്യൂമറേറ്റർ ആണ്. ഓക്കെ, സോ സെയിൽസും ക്രോസ് ചെയ്ത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. സോ അതാണ് എന്തിന്റെ ഫോർമുല? നമ്മളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫോർമുല. ഓക്കെ, ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു 100. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമുലനെ കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആൻഡ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ രണ്ട് ഫോർമുല കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഫോർമുല ഫോർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ദെൻ components of this formula എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആൻഡ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. 2 കമ്പോണൻസ് ആണുള്ളത്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അല്ലെങ്കിൽ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. നമ്മൾ ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പൊ നോർമൽ കേസിൽ നമ്മൾ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ് എടുക്കേണ്ടത്. ഏത് ക്യാപിറ്റൽ എടുത്താലും നിങ്ങൾ അതിന്റെ അസംഷൻ എഴുതണം. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. പക്ഷെ എന്തുകൊണ്ട് ഗ്രോസ് ക്യാപിറ്റൽ എടുത്തു എന്നുള്ളതിന്റെ ഇത് അസംഷൻ നിങ്ങൾ നോട്ടില് പ്രോബ്ലത്തിന്റെ അവസാനം എഴുതണം. ഓക്കെ, ദെൻ ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫിക്സഡ് അസറ്റ്സ് ആൻഡ് കറന്റ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് പ്ലസ് കറന്റ് അസറ്റ്സ് ആണ് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡോ ടോട്ടൽ അസറ്റ്സ്, ദാറ്റ് ഇസ് ഫിക്സഡ് അസറ്റ്സ് പ്ലസ് കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. ഇതാണ് എന്ത്? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഒരു ഫോർമുല കൂടി ഉണ്ട് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കാണാനായിട്ട്. അതായത് ഇവിടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ് സൈഡിന്റെ ടോട്ടലിൽ നിന്നും നമ്മൾ കറന്റ് ലയബിലിറ്റീസ് മൈനസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലയബിലിറ്റി സൈഡിന്റെ കറന്റ് ലയബിലിറ്റീസ് ഒഴിച്ച് ബാക്കിയുള്ളത് എല്ലാം കൂടി ആഡ് ചെയ്താലും യു വിൽ ഗെറ്റ് വാട്ട്? net capital employed.
അപ്പൊ ആ ഐറ്റംസ് ഏതൊക്കെയാണ്? ടോട്ടൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ, റവന്യൂസ് ആൻഡ് റിസർവ്സ്, ഡിബഞ്ചേഴ്സ് ആൻഡ് അതർ ലോങ് ടേം ലോൺസ്. ഈ 4 ഐറ്റംസ് ലയബിലിറ്റി സൈഡിൽ വരുന്നതാണ്. ഇത് 4 കൂടി ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഈ ടോട്ടൽ അസറ്റ്സ് നിന്ന് കറന്റ് ലയബിലിറ്റീസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റ് വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ കൊണ്ടുവരാം. ടോട്ടൽ അസറ്റ്സ് റൈറ്റ് സൈഡ്, അതിന്റെ എല്ലാ ഐറ്റംസ് ആഡ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കറന്റ് ലയബിലിറ്റീസ് മാത്രം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലയബിലിറ്റീസ് സൈഡിന്റെ മുകളിലുള്ള ഐറ്റംസ് ആണ്. ആ മുകളിലുള്ള ഐറ്റംസ് ആണ് എന്ത് ഇവിടെ നമ്മൾ എടുത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഓക്കെ, ദെൻ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫിക്ടീഷ്യസ് അസറ്റ്സും അക്യുമുലേറ്റഡ് ലോസസും എന്ത് ചെയ്യണം? ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ അസറ്റ്സ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മാത്രം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ നമുക്ക് കിട്ടുന്നത് അതാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അല്ല ഇപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിലേക്ക് എത്താനായിട്ട് ആഡ് ബാക്ക് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ടാക്സ് ആസ് വെൽ ആസ് ഇൻട്രസ്റ്റ്. സോ യു വിൽ ഗെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് ഇൻട്രസ്റ്റും ടാക്സും കുറയ്ക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് വേണം എടുക്കാനെന്ന് അർത്ഥം. ഓക്കെ, ഒന്നെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇനി ഇതിന്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എത്രയാണ്? 15% എങ്കിലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കണം. Then what are the significance of return on investment? It measures the overall profitability. Okay, അതായത് നേരത്തെ നമ്മൾ കണ്ടപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ് ഓൺ സെയിൽസ് കണ്ടപ്പോ നമുക്കറിയാം, ഒന്നെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാണിക്കുന്നു, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് പ്രോഫിറ്റബിലിറ്റി ഓൺ സെയിൽസ് അത് എത്രയാന്ന് പറയുന്നില്ല. ഇങ്ങനെ അതായത് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ നമ്മൾ ആ കോമ്പിനേഷൻ പഠിച്ചു. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇൻവെസ്റ്റ്മെന്റുമേ ഉള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ, സെയിൽസും ഉള്ള പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്നില്ല. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണെങ്കിലോ സെയിൽസും ഉള്ളതേ കാണിക്കുന്നുള്ളൂ, പ്രോഫിറ്റബിലിറ്റി ഇൻവെസ്റ്റ്മെന്റും ഉള്ളത് കാണിക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത്. സോ ദിസ് റേഷ്യോ ഷോസ് ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി based on investment as well as on sales. Okay, then base is for various managerial decision, helps in pricing decision, then sales control, production controlling decision. ഇതൊക്കെ വേണമെന്നുള്ളത് എടുക്കാനായിട്ട്, ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യണോ അതോ അവിടെ തന്നെ നിർത്തണോ ഇതൊക്കെ തീരുമാനിക്കാനായിട്ട് പറ്റും. ഓക്കെ, so we can maximize our return based on this return on investment കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് കൂട്ടേണ്ടത്, പ്രോഫിറ്റബിലിറ്റി ഓൺ ഇൻവെസ്റ്റ്മെന്റും സെയിൽസും എങ്ങനെ കൂട്ടണം ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ് ഫോർ ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നല്ലതാണോ മൊട്ടയാണോ എന്ന് അറിയാനായിട്ടും, ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, എത്രയുണ്ട് ROI 15 ശതമാനത്തിൽ കൂടുതലുണ്ടെങ്കിലാണ് ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഇങ്ങനെയുള്ള രീതിയിലാണ് ഈ ഡിസിഷൻ എടുക്കാനായിട്ട് ഇതിന്റെ സിഗ്നിഫിക്കന്റ് ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇന്റർപ്രിട്ടേഷൻ. ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഗ്രേറ്റർ വിൽ ബി ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, അതായത് നല്ല റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കൂടുതലാണ്, നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നൗ ദ അഡ്വാൻറ്റേജസ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സെയിൽസ് ക്യാൻ ബി മെഷർഡ്, ആൻഡ് യു ക്യാൻ മെഷർ വെദർ ദ ബിസിനസ് ഇസ് സക്സസ്ഫുൾ ഓർ നോട്ട്, and we can compare the performance of different divisions. ഏത് ഡിവിഷൻ ഏത് പ്രൊഡക്റ്റ് ആണ് കൂടുതൽ റിട്ടേൺ തരുന്നത് അത് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഒരേ ഫേമിന്റെ ഉള്ളിൽ തന്നെയുള്ള ഡിഫറെന്റ് പ്രൊഡക്ട്സിൽ ഏതാണ് നല്ലത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. ഹെൽപ്സ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നോ അതോ വേണ്ടയോ, അല്ലെങ്കിൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വിറ്റ് ഒഴിവാക്കി പോരണോ, ഈ ഡിസിഷൻ ഒക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. യൂസ്ഫുൾ ഫോർ പ്ലാനിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റലിന്റെ സ്ട്രക്ചർ ഇപ്പൊ ലോണും ഓൺഡ് ഫണ്ട്സിന്റെയും കോമ്പിനേഷൻസ് ഒക്കെ എത്ര വേണമെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രൈസ് ഡിറ്റർമിനേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അസറ്റ്സ് ഒക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ എഫിഷ്യന്റ് ആയിട്ട് എംപ്ലോയ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സഹായിക്കും. ഇത്രയാണ് നമ്മുടെ അഡ്വാൻറ്റേജസ്. നൗ വി ആർ മൂവിംഗ് ഓൺ ടു ദ എക്സാമ്പിൾ 16. കാൽക്കുലേറ്റ് വാട്ട് ദിസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. സോ ക്വസ്റ്റ്യൻ ആണിത്. നെറ്റ് ഫിക്സഡ് അസറ്റ്സ് 2,50,000. ഈ ഫിക്സഡ് അസറ്റ്സ് മേടിച്ചിട്ടുള്ളത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ്? ഇക്വിറ്റി ക്യാപിറ്റൽ 75,000, 10% പ്രിഫറൻസ് ക്യാപിറ്റൽ 50,000, ഡിബഞ്ചേഴ്സ് 1,50,000, റിസർവ്സ് 24,000.
ഇത് ഓൾ ടുഗദർ യു ക്യാൻ സി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ എന്ത് വായിച്ചു നെറ്റ് ഫിക്സഡ് അസറ്റ്സ് മേടിച്ചു അതിന്റെ ടോട്ടൽ ആണ് ദിസ് ഇസ് ടോട്ടൽ 2,50,000 കറന്റ് അസറ്റ്സ് 1,50,000 current liabilities 75,000 gross profit 1,06,000 administration expenses 24,000 selling expenses 30,000 interest on debentures 12,000 provision for taxation 14,000 net profit 26,000 okay appo ivada namukku profit before interest and tax kandupidikka rendu reethilum kandupidikka gross profit il ninnu administration expenses selling expenses kittiyalum korchalum namukku endu kittum profit before interest and tax kittum allengil net profit inde kude provision for taxation interest on debentures add back ചെയ്താലും what will you get profit before interest and tax കിട്ടും അത് രണ്ട് രീതിയിലും കിട്ടാന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് കാണുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻടു 100 നേരത്തെ പറഞ്ഞ ഫോർമുല തന്നെയാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഫോർമുല ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞതാണ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അതിവിടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വരുന്നത് അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുന്നു സോ യു വിൽ ഗെറ്റ് 52,000 ആസ് ദ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇനി രണ്ടാമത്തെ ഫോർമുല അതായത് സെയിം പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടാൻ തന്നെയുള്ള രണ്ടാമത്തെ ഫോർമുല എന്താണ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊവിഷൻ ഫോർ ടാക്സ് ആഡ് ചെയ്യുന്നു നെറ്റ് പ്രോഫിറ്റ് 26,000 അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് 12,000 പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 14,000 ആഡ് ബാക്ക് ചെയ്യുന്നു അപ്പോഴും നമുക്ക് എന്ത് കിട്ടി പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 52,000 കണ്ടോ രണ്ട് ഫോർമുല ഉപയോഗിച്ചപ്പോഴും സെയിം തന്നെയാണ് നമ്മുടെ എന്ത് ദിസ് തിങ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഓക്കെ ഇനി ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നെറ്റ് ഫിക്സഡ് അസറ്റ് പ്ലസ് കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അല്ലേ നമുക്ക് കാണേണ്ടത് അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്താണ് ഇതൊക്കെ കൂടി ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ കൂടി ആഡ് ചെയ്യണം ഈ ഇക്വിറ്റി ക്യാപിറ്റൽ പ്രിഫറൻസ് ക്യാപിറ്റൽ ഡിബഞ്ചേഴ്സ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ യു ഹാവ് ടു ഡു വാട്ട് ടോട്ടൽ നെറ്റ് ഫിക്സഡ് അസറ്റ്സും പ്ലസ് കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് ചെയ്യാം ഓക്കെ സോ എത്രയാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് നെറ്റ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് 2,50,000 പ്ലസ് കറന്റ് അസറ്റ്സ് 1,50,000 മൈനസ് ഇവിടെ ഫോർമുലയിൽ എഴുതിയാലൊരു തെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ സോറി ഞാനിവിടെ പ്ലസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ മൈനസ് ആക്കി സോ 2,50,000 നെറ്റ് ഫിക്സഡ് അസറ്റ് പ്ലസ് 1,50,000 current assets minus current liabilities of 75,000 you will get 3,25,000 okay ഇവിടെ നമുക്ക് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കാണാൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,99,000 കിട്ടുള്ളൂ പ്ലസ് ഈ 26,000 നെറ്റ് പ്രോഫിറ്റ് വരുന്നതല്ല ബാലൻസ് ഷീറ്റിൽ എന്തിന്റെ ലയബിലിറ്റി സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് അപ്പൊ ഇതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് 3,25,000 കിട്ടുന്നത് അപ്പൊ ഇവിടെ ആ ഫോർമുല ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഈ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം net fixed assets 2,50,000 plus 1,50,000 of current assets minus 75,000 current liability കിട്ടിക്കഴിഞ്ഞാൽ 3,25,000 ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ അപ്ലൈ ദിസ് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡും അതുപോലെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മൾ കണ്ടുപിടിച്ചു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇവിടെ 52,000 നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് 3,20,500 അത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്തു സോറി ഡിവൈഡ് ചെയ്തു 52,000 ഡിവൈഡ് ബൈ 3,25,000 into 100 is equal to 16%. 16% ആണ് നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ ഇന്റർപ്രിട്ടേഷൻ എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് സാറ്റിസ്ഫാക്ടറി ബിക്കോസ് ഇറ്റ് ഇസ് മോർ ദാൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് 15%. 15% ആണ് ഐഡിയൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുള്ളത് അതിനേക്കാൾ കൂടുതലുണ്ട് ദിസ് ഷോസ് ദ ഗുഡ് റിട്ടേൺ ടു ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം ഓക്കെ സോ ഈ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഇഷ്യൂ ആണ് നമ്മൾ കണ്ടത് അപ്പൊ ഇനി എന്താണ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇപ്പൊ കുറച്ച് കുട്ടികളൊക്കെ വാട്സാപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ പേഴ്സണൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നോക്കുക പിന്നെ എല്ലാവരും വീഡിയോസ് കൃത്യമായിട്ട് കാണുക അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക മൂഡിലും മാർക്ക് ചെയ്യുക യൂട്യൂബ് ചാനലിലും അത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക പിന്നെ കഴിഞ്ഞ ഹോംവർക്ക് തന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ചോദിക്കുക ഇന്ന് പ്രത്യേകിച്ച് ഹോംവർക്ക് ഒന്നും ഞാൻ തരുന്നില്ല ഓക്കെ താങ്ക് യു